ഇന്നത്തെ രുചിഭേദത്തിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ബോണ്ട ആയിട്ടാണ് അജിതയുടെ വരവ്. നമ്മൾ സാധാരണ ബോണ്ട എന്ന് വയ്ക്കുമ്പോൾ ഉൾക്കിഴങ്ങ് ബോണ്ട അല്ലെങ്കിൽ ഉള്ളി ബോണ്ട അതൊക്കെ അറിയുള്ളൂ. പക്ഷെ ഇത് കപ്പ കൊണ്ടുള്ള ബോണ്ടയാണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകത തോന്നില്ലേ? അപ്പം നമുക്ക് ഈ പ്രത്യേക വസ്തു എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കണ്ടുപിടിക്കാം. അപ്പം തുടങ്ങാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് കപ്പ ബോണ്ട കപ്പ ബോണ്ട അത് എങ്ങനെ ഇരിക്കുന്നൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം ഇനി ഉണ്ടാക്കി നോക്കാം. അപ്പം കപ്പ ഉള്ള സമയത്തേ പറ്റുള്ളൂ. കപ്പ ചെറുതായിട്ട് നുറുങ്ങി വെച്ചത്, 2 ചെറിയ സവാള, കടലമാവ് ഒരു ചെറിയ ബൗളില്, ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് നുറുങ്ങിയത്, കുരുമുളക് പൊടി, ഉപ്പ്, മൈദ മാവ് കുറച്ച്, മഞ്ഞൾപ്പൊടി, വെള്ളം, എണ്ണ. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആരംഭിക്കാം. ആദ്യം കപ്പ വേവിച്ചെടുക്കാം. അതുകൊണ്ടാണ് അപ്പുറത്ത് കത്തിച്ചത്. സാധാരണ ഇവിടെയാണല്ലോ എപ്പോഴും കത്തിക്കുക. ചിലപ്പം വേവുള്ള കപ്പ ഉണ്ടെങ്കിൽ എളുപ്പം തീരും അല്ലേ? അത് പെട്ടെന്ന് ചിലത് കപ്പ തിളച്ച ഉടനെ വേവുള്ളൂ. ഇത് നമുക്ക് തിളയ്ക്കുമ്പോൾ വേവുമോ നോക്കാം. പരീക്ഷിച്ചില്ലല്ലേ? ഇതാണ് കോട്ടയം ഡിഷാണോ അതോ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു അവസ്ഥയാണോ? ഇത് കോട്ടയത്തൊക്കെ കപ്പകളുണ്ടല്ലോ, കപ്പയുണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പം അവിടെ ഉണ്ടാക്കുന്നത്. ഇനി ഇത് ഇവിടെ നിന്ന് വേകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതെല്ലാം വഴറ്റിയെടുക്കാം. അപ്പം നമുക്കിനി വഴറ്റാനുള്ള അടുപ്പ് കത്തിക്കാം. ആദ്യം ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മളൊക്കെ കറക്റ്റ് സ്പൂണൊക്കെ ഇട്ട് അളന്നൊഴിക്കും. ഇവിടെ ഒരു നല്ല എക്സ്പേർട്ട് ആയതുകൊണ്ട് ഒരു രക്ഷയില്ല. ഇത് ചൂടാവണ്ടേ? ചൂടാവട്ടെ. പാനൊന്ന് ചൂടാവട്ടെ. അല്ലേ ഇട്ട് മൂപ്പിക്കാം. ഇഞ്ചി ചതച്ച് വെച്ചതാണ് ഒരു ചെറിയ പീസ്, 2 പച്ചമുളക് കുഞ്ഞുഞ്ഞായിട്ട് നുറുങ്ങിയത്, എന്നെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. എന്നെ ഒപ്പം അത് മൂക്കുന്നുണ്ട്. ഇത് മാറണം അല്ലേ? പച്ചപ്പ് മാറില്ലേ? പച്ചപ്പ് ഒരു മൂക്കണം. നല്ല മൂത്ത മണം വരും. എനിക്ക് ചീനി വെച്ച് സാധാരണ എല്ലാവരും ചീനി പുഴുങ്ങുക അല്ലെങ്കിൽ അതിൽ കൂട്ടാൻ വെച്ച് അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനൊരു റെയർ ഡിഷും കൂടെ. ഇതുപോലെ ആരുടെയൊക്കെ മൈൻഡിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം കപ്പ ബിരിയാണി വെച്ച് കപ്പ ബിരിയാണി അങ്ങോട്ട് നിങ്ങളുടെ ഈ കോട്ടയം എറണാകുളം ഏരിയകൾ കപ്പയും ഇറച്ചിയും കൂടെ ചേർത്ത് വെക്കില്ലേ? കപ്പ ബിരിയാണി. കപ്പ ബിരിയാണി ഒക്കെ പറഞ്ഞു നമ്മൾ വെച്ചതാ 3-4 മാസം അല്ലേ? ഒന്നും കൂടെ തുടങ്ങാം. ഇനി സവാള ഇടാം. ഇത് 2 ചെറിയ സവാളയാണ് ചെറുതായിട്ട് നുറുങ്ങിയത്. അതുപോലെ പെട്ടെന്ന് വയറ്റാൻ ഉപ്പിടുമോ? നന്നായിട്ട് മൂക്കണം അല്ലേ? ഇത് ബ്രൗൺ കളറാണ്. നല്ല വഴക്കണം അല്ലേ? കുറച്ച് കറിവേപ്പില. നേരത്തെ നമ്മളത് ഇൻഗ്രീഡിയൻറ്റ് പറയാൻ വിട്ടുപോയി. കരിവേപ്പിലയും കൂടെ ഉണ്ട്. ചെറുകട്ടെ. ഇത്തിരി വേണോ? അതോ ഒരു 2 പിടി? 2 പിടി കാര്യമായിട്ട് ഇടാല്ലേ? അപ്പം കപ്പ തിളച്ചിട്ടുണ്ട്. അത് വെന്തോന്ന് നോക്കണ്ടേ? നോക്കിക്കോളൂ. ഇല്ല, കുറച്ചുകൂടെ. പെട്ടെന്ന് വേവണ കക്കാവുമ്പോൾ ജോലി എളുപ്പം കഴിയില്ലേ? അല്ലെങ്കിൽ കുക്കറിലൊക്കെ ആക്കിയിട്ടൊന്ന് വേവിച്ചൊക്കെ എടുക്കില്ലേ? നല്ല വെന്തോ ഉടയണോ കപ്പ? നന്നായിട്ട് ഉടഞ്ഞ മഷ. ഉള്ളി നല്ല മൂത്ത് വരുന്നുണ്ട്. പിന്നെ ഒന്ന് ക്രിസ്പി ആയി സൈഡൊക്കെ. ഇനി എന്താ പരിപാടി? ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം.
ഇത്തിരി മതിയോ? ഓക്കെ, കുറച്ചുകൂടെ വേണം. കപ്പ എല്ലാത്തിനും കപ്പയ്ക്കും കൂടെ വേണം അല്ലേ? 2 സ്പൂൺ കുരുമുളക് പൊടി. നല്ല സ്പൈസി ആണല്ലോ. അപ്പം 2 മുളക് ഓൾറെഡി നമ്മൾ ചെറുതായിട്ട് നുറുങ്ങിയിട്ടിട്ടുണ്ട്. ഇനി 2 സ്പൂൺ കുരുമുളക് പൊടി. അടുത്ത മതി. ഇപ്പോൾ തൽക്കാലമുള്ള ഇൻഗ്രീഡിയൻസ് ആയല്ലേ. ഇതിപ്പം തൽക്കാലം ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഇത് വേഗുന്നിടം വരത്തേനാണ് മൊരിയും പരുവായല്ലേ ഇപ്പം. അപ്പം എന്താ ഉള്ളി മൂപ്പിക്കേണ്ട പരുവ ഇതാണ്. അടുക്കൊന്ന് മാറ്റിയിടാം അല്ലേ, ചൂട് കൂടുതലിതാവില്ല. ഇനി ഒന്ന് ചീനി നന്നായിട്ടൊന്ന് വെന്ത് വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.